മൂന്നാറിൽ മലയാളി വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തമിഴ്നാട് പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനായി തമിഴ്നാട് പോലീസ് സംഘം മൂന്നാറിലെത്തി. 2 ദിവസം മുൻപാണ് വർക്കലയിൽ നിന്ന് മൂന്നാറിലെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണമുണ്ടായത്. വാർത്തയുടെ വിവരങ്ങളുമായി അഖിൽ കൂടെ ചേരുന്നുണ്ട്. അഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷിത, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ വർക്കല കൊല്ലം സ്വദേശികളായ വിനോദസഞ്ചാരികൾ 60 അംഗങ്ങളടങ്ങുന്ന കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന 60ഓളം ആളുകൾ അടങ്ങുന്ന ഒരു വിനോദസഞ്ചാര സംഘത്തിന് നേരെ പ്രദേശവാസികളായ ആളുകളുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. വണ്ടി നിർത്തിയതിനെ ചൊല്ലി, വഴിയോര കച്ചവട സ്ഥാപനത്തിന് ഫ്രണ്ടിൽ വണ്ടി നിർത്തിയതിനെ ചൊല്ലി ഉണ്ടായ തർക്കം വലിയ കലാപത്തിലേക്ക്, വലിയ അക്രമത്തിലേക്ക് കടക്കുന്നു. മരകഷ്ണങ്ങൾ ഉപയോഗിച്ച് വണ്ടി തല്ലി തകർക്കാനുള്ള ശ്രമമുണ്ടാകുന്നു. യാത്രക്കാരായ വിനോദസഞ്ചാരികളെ മർദ്ദിക്കാനുള്ള ശ്രമമുണ്ടാകുന്നു. ഇത് ആദ്യമായിട്ടല്ല മൂന്നാറിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. മൂന്നാറിൽ ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ തന്നെയും എത്തുന്ന വിനോദസഞ്ചാരികൾ, ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ബോഡി നെയ്ക്കന്നൂരിൻ്റെ ഭാഗമായിട്ടുള്ള കുരങ്ങിണി പോലീസ് സ്റ്റേഷൻ ഇത്തരത്തിൽ ഇതിന്റെ കേസുകൾ എടുക്കേണ്ടത്. ഇവിടെ ഹിൽ ടോപ്പ് ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇത് കുരങ്ങിണി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്ന ഭാഗമാണ്. ഇവിടെ കേസ് എടുക്കണമെങ്കിൽ ഈ പറയുന്ന ഹിൽ ടോപ്പ് ഭാഗത്ത് നിന്ന് 130ഓളം കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ സ്റ്റേഷനിൽ എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് കാര്യഗൗരവമായിട്ട് എടുക്കാതെ, അല്ലെങ്കിൽ അതിനെ പരാതി നൽകാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും കഴിഞ്ഞ ദിവസത്തെ ആക്രമണം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകൾ അടക്കം ചർച്ചയായി. വലിയ രീതിയിൽ മൂന്നാറിൽ തുടരുന്ന ഈ പ്രദേശവാസികളായ തമിഴ് വംശജരുടെ ആക്രമം വലിയ രീതിയിൽ ചർച്ചയായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആക്രമണത്തിനിരയായ വർക്കല സ്വദേശികളായുള്ള ആളുകൾ കുരങ്ങിണി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് കുരങ്ങിണി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം മൂന്നാറിലെത്തി അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിനിരയായവരിൽ നിന്നും, വിനോദസഞ്ചാരികളായ ആളുകളിൽ നിന്നും, പ്രദേശവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നും, മറ്റ് വിനോദസഞ്ചാരികളിൽ നിന്നുമൊക്കെ തന്നെ മൊഴിയെടുത്ത് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും മൂന്നാറിലെത്തുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അക്രമങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് തമിഴ്നാട് പോലീസിനും കേരള പോലീസിനുമുണ്ട്. കേരള പോലീസിന്റെ അതിർത്തിയുടെ ഭാഗമാണ്, എന്നാൽ ലോ ആൻഡ് ഓർഡർ വരുന്നത് തമിഴ്നാട് പോലീസിനാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ആശങ്ക വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. എന്തു തന്നെയായാലും അത്തരത്തിൽ നിയമപരമായ ഒരു പോരാട്ടത്തിലൂടെ ആ ടൂർ ഓപ്പറേറ്റർമാരടക്കമുള്ള വിനോദസഞ്ചാരികൾ അടക്കമുള്ള ആളുകൾ കുരങ്ങിണി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അതിന് ഗുണം ലഭിക്കും. അത്തരത്തിൽ സുരക്ഷ ഉറപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിലുള്ളത്. എന്തു തന്നെയായാലും ഈ അക്രമങ്ങൾ ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല. അക്രമങ്ങളെല്ലാം തന്നെ അവസാനിക്കേണ്ടതുണ്ട്. പ്രദേശവാസികളുടെ അക്രമം മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അക്ഷിത.